റിലീസ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ 50 കോടിയിലേറെ കളക്ഷൻ നേടി തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അശ്വത് മാരിമുത്തു സംവിധാനം ചെയ്ത ഡ്രാഗൺ എന്ന സിനിമ. ലവ് ടുഡേക്ക് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായ ചിത്രത്തിന് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. അല്പം പതിയാണെങ്കിലും കേരളത്തിലും ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട്. ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് പ്രദീപ് രംഗനാഥൻ സിനിമാ ലോകത്തേക്ക് കടന്നുവരുന്നത്. അപ്പ ലോക് എന്ന ഷോർട്ട് ഫിലിം തമിഴിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. പിന്നീട് ജയം രവിയെ നായകനാക്കിക്കൊണ്ട് കോമാളി എന്ന ചിത്രത്തിലൂടെയാണ് പ്രദീപ് ഒരു സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറിയത്. ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു കോമാളി. പ്രദീപിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമായിരുന്നു ലവ് ടുഡേ. ആ ചിത്രത്തിൽ നായകനായി എത്തിയതും പ്രദീപ് തന്നെയായിരുന്നു. അപ്പാലോക് എന്ന ഷോർട്ട് ഫിലിമിന്റെ തന്നെ സിനിമാറ്റിക് വെർഷനായിരുന്നു ലവ് ടുഡേ. കവിതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ ഹാസ്യത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിച്ച ചിത്രം വൻ വിജയമായി മാറി. 100 കോടിക്കടുത്ത് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു. പ്രദീപ് നായകനായ രണ്ടാമത്തെ ചിത്രം സംവിധാനം ചെയ്ത സുഹൃത്തായ അശ്വത് മാരിമുത്തുവാണ്. ഓ മൈ കടവുളെ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം അശ്വത് സംവിധാനം ചെയ്ത ഈ ചിത്രം പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് യുവാവിന്റെ കഥയാണ്. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പല ഉടായ്പകളും കാണിക്കുന്ന നായകൻ ഒടുവിൽ തിരുത്താൻ ഒരു രണ്ടാം അവസരം ലഭിക്കുന്നതാണ് ഡ്രാഗൺ എന്ന സിനിമയുടെ കഥ. സിനിമയിൽ വളരെ അനായാസമായ പ്രകടനമായിരുന്നു പ്രദീപിന്റേത്. ഇമോഷണൽ സീനുകൾ നന്നായി കൈകാര്യം ചെയ്യുന്ന പ്രദീപ് ആക്ഷൻ സീനുകളും തനിക്ക് ഇണങ്ങുമെന്ന് ഡ്രാഗണിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ വലിയ വിജയത്തോടെ തമിഴ് സിനിമയിലെ അടുത്ത സെൻസേഷനായി മാറാൻ പ്രദീപിന് സാധിക്കുമെന്ന് ഉറപ്പാണ്. ചിത്രം 100 കോടി കളക്ട് ചെയ്യുമെന്ന് ഇപ്പോഴേ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. 3ാം നിരയിലുള്ള നടന്മാരിൽ നിന്ന് 2ാം ലെവലിലേക്ക് പ്രദീപും ഉടനെ ഇടം പിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞു. ശിവകാർത്തികേയൻ, ധനുഷ് എന്നിവരുടെ പോലെയുള്ള ഒരു ഇമേജ് നേടിയെടുക്കാൻ വെറും 2 ചിത്രങ്ങളിലൂടെ പ്രദീപിന് സാധിച്ചു. യാതൊരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ തമിഴിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച പ്രദീപ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന് സംശയമില്ലാതെ പറയാം. ലവ് ടുഡേ സിനിമയ്ക്ക് വേണ്ടി പ്രദീപിന് ആദ്യം പ്രതിഫലമായി ലഭിച്ചത് 70 ലക്ഷം രൂപയാണെന്ന് സൂചനകൾ. എന്നാൽ ചിത്രത്തിന്റെ വലിയ വിജയത്തിന് ശേഷം നിർമ്മാതാക്കൾ വീണ്ടും അദ്ദേഹത്തിന് 80 ലക്ഷം രൂപ അധികമായി നൽകി. അതോടെ ആ സിനിമയ്ക്ക് 1.5 കോടി രൂപ അദ്ദേഹത്തിന് കിട്ടി. ഇപ്പോൾ ഡ്രാഗൺ എന്ന ചിത്രത്തിൽ 12 കോടിയാണ് പ്രദീപിന് ലഭിച്ചതെന്നാണ് പറയുന്നത്.